ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൻ്റെ വിശേഷങ്ങൾ, അതായത് ഞാനൊരു കുക്കർ മേടിക്കാൻ പോയ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 3 കുക്കറുണ്ടായിരുന്നു. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ 2 കുക്കർ, ഒരു ഹോക്കിൻസിൻ്റെ കുക്കർ. അപ്പോൾ സാധാരണ ഞാൻ ഈ പാത്രങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ചാലയിൽ, നമ്മളെ തിരുവനന്തപുരത്ത് ചാലയിലുള്ള MRT കൊണ്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ആയത് കാരണം അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എൻ്റെ 3 കുക്കറും എനിക്ക് പണി മുടക്കി. ഓരോ കുക്കർ പണി മുടക്കുമ്പോഴും ഞാൻ പിന്നെ ആവട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നു. അപ്പം ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് ഈ പ്രസ്റ്റീജിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് ഒരു ഇത് ഓപ്പൺ ആണെന്ന് കണ്ടു. അപ്പം ഞാൻ ഹസ്ബൻഡിനെയും കൊണ്ട് അവിടെ പോവുകയാണ്. അപ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് പോയത്. ഇതൊക്കെയാണ് എൻ്റെ പഴയ കുക്കറുകൾ. അപ്പം ഞാൻ ചെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, നമ്മൾ മനസ്സിൽ കണ്ട പോലത്തെ കുക്കറുകളൊക്കെ അവിടെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഷോറൂം. അപ്പോൾ എല്ലാവർക്കും അറിയാവോ എന്തോ, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ നല്ല സ്റ്റാഫിൻ്റെയൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. നന്നായിട്ട് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് ഇപ്പം 5 ലിറ്ററിൻ്റെ കുക്കർ, അപ്പം ഞാൻ കൊടുത്ത ആ ഒരു ലിറ്റേഴ്സിൻ്റെ കുക്കറൊക്കെ തന്നെ. കാരണം എനിക്ക് ചോറ് വയ്ക്കാനും സാമ്പാർ, കടലക്കറി അങ്ങനെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ നല്ല ബൾക്കായിട്ട് എനിക്ക് മതി. 3 പേർ, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു 5 ലിറ്ററിൻ്റെ ചോറ് വയ്ക്കാനായിട്ട്, പിന്നെ 3 ലിറ്ററിൻ്റെത് ഇതുപോലെ എന്താ പറയുക, സാമ്പാർ അതൊക്കെ വെക്കാനായിട്ട്, പിന്നെ ഒരു 2 ലിറ്ററിൻ്റെ ഒരു കുഞ്ഞു കുക്കർ എനിക്ക് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണേ. അപ്പം ഒരുപാട് പ്രസ്റ്റീജിൻ്റെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയൺ ബോക്സ്, ഞാനൊരു അയൺ ബോക്സ് കൂടെ മേടിച്ചു കേട്ടോ, വെയിറ്റ് ഇല്ലാത്തൊരു അയൺ ബോക്സ്. പിന്നെ കോഫി മേക്കർ, ഫ്ലാസ്ക്, മിക്സി, ജ്യൂസറ്, ബ്ലെൻഡർ, പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. അപ്പം ഞാൻ നമ്മൾ മേടിച്ച ഇത് ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ടൂറൊക്കെ പോകുമ്പം കൊണ്ടുപോകാം കേട്ടോ. പ്രസ്റ്റീജിൻ്റെ ഓവൻ, പിന്നെന്താണ്, ടോസ്റ്റർ, പിന്നെ കെറ്റിൽസ്, കോഫി മേക്കർ, എയർ ഫ്രയർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുപാട്. എനിക്ക് അവിടെ മറ്റേ നമ്മുടെ ഈ വലിയ മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു പാന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വിചാരിക്കുക അതൊരെണ്ണം മേടിക്കണം എന്ന്. പക്ഷേ പറ്റാറില്ല, പോകുമ്പോൾ മറന്നു പോവും, അല്ലെങ്കിൽ വെയിറ്റാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അതൊരെണ്ണം മേടിക്കണം. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ എനിക്ക് ഈ ലൈറ്റ് നല്ല ഒരു കൗതുകമായിട്ട് തോന്നി കേട്ടോ. ഗ്ലിറ്ററിങ് ലൈറ്റ് ഒരു പാനിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അവർ നമുക്ക് നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫറാണ് തന്നത്. പിന്നെ ഇതാണ്. അപ്പം ഞാൻ രാവിലെ കൊണ്ടുവന്ന് അൺബോക്സിങ് ചെയ്യുകയാണ്. 5 വർഷത്തെ, എല്ലാ കുക്കറിനും 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. പിന്നെ കുക്കർ, അപ്പോൾ രാവിലെ എനിക്കൊരു കടലക്കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് രാവിലെ. അപ്പോൾ പെട്ടെന്ന് ഹർബറി ആയിട്ടാണ് അത് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി എടുക്കാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കുക്കറിൻ്റെ സംഭവങ്ങൾ, വെയിറ്റ് എല്ലാം കണ്ടു. പിന്നെ എനിക്കൊരു ചെറിയ കുക്കറും വേണം, രാവിലെ പുട്ടും കടലയാണ്. അപ്പം ആ 2 ലിറ്ററിൻ്റെ കുക്കർ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു എന്താ പ്രഷർ പോകാനായിട്ടൊരു നോഡിലുണ്ട്. അപ്പം നമ്മൾ കുക്കർ അടുപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങും. ഇതങ്ങ് ഈ ഒരു നോഡിൽ പൊങ്ങി നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പ്രഷറുണ്ട്, തുറക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഇൻഡിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് പ്രഷറെല്ലാം പോയി കഴിയുമെന്ന് പറയുമ്പോൾ ഇതങ്ങ് താരും, ഈ ഒരു നോഡിലങ്ങ് താരുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പ്രഷറൊന്നുമില്ല, നമ്മൾ സേഫായിട്ട് നമുക്കിത് തുറക്കാം എന്നുള്ളത്. അപ്പോൾ അത്രയും സേഫാണ്. പണ്ട് കുക്കറിലൊക്കെ നമ്മൾ ഇത് വെയിറ്റ് ഇങ്ങനെ തട്ടി നോക്കൂലേ പ്രഷർ പോയെന്ന്. അപ്പോൾ ഇത് എൻ്റെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഭയങ്കര ഭംഗിയാണ്. അതിനകത്തൂടെ കാണുമ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാനായിട്ട് നല്ലൊരു എനർജി കിട്ടും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കൂടെയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ആ സമയത്ത് നിന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാനുള്ളൊരു മൂഡൊക്കെ വരും നമുക്ക്. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് തന്ന ബില്ല്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ പ്രസ്റ്റീജിൻ്റെ 5 ലിറ്ററിന് 4870 രൂപയാണ് അതിലവർ ഞങ്ങൾക്ക് തന്നത്. എക്സ്ചേഞ്ച് ഓഫർ 3410 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കുക്കർ തന്നത്. അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെ കുക്കറെന്ന് പറയുന്നത് 3870 രൂപയാണ്.
അത് 2660 രൂപയാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യൂട്ടായിട്ടുള്ളൊരു 2 ലിറ്ററിൻ്റെ ഒരു കുക്കർ. അയ്യോ അതിൻ്റെ കാര്യം പറയാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കുഞ്ഞു കുക്കറാണ് കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 2050 രൂപയാണ്. പക്ഷേ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം കേട്ടോ. കാരണം അത് നമുക്ക് ഇൻഡക്ഷനിലൊക്കെ വെക്കാം. അത് മാത്രമല്ല ഈ 3 കുക്കറും നമുക്ക് ഇൻഡക്ഷനിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുക്കറാണ്. പിന്നെ ആ കുഞ്ഞു കുക്കറിന് ഒരു ലിഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പം ഞാനിത് രാവിലെയാണ് 5 ലിറ്ററിൻ്റെ കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സേഫ്റ്റി വാൽവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നോഡ്യൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, പ്രഷർ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറ് നമുക്ക് അതിനകത്ത് കലമൊക്കെ ഇറക്കി വയ്ക്കാം. അപ്പോൾ അത് വയ്ക്കുമ്പം ഈ ഒരു തട്ട് പോലത്തെ അത് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ആ കലം ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റൊക്കെ വ്യത്യാസമുണ്ട്. പണ്ട് യൂസ് ചെയ്തിരുന്ന കുക്കറിൻ്റെ വെയിറ്റൊന്നുമല്ല. അപ്പോൾ പുതിയ കുക്കറിൻ്റെ വെയിറ്റെല്ലാം ആണ്. അപ്പോൾ ഇതിനകത്തൊരു തട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ തട്ട് ചോറ് വയ്ക്കാനായിട്ട്. ഒരു കുഞ്ഞ് കലം ഇറക്കി നമുക്ക് അതിനകത്ത് ചോറ് വയ്ക്കാം. പിന്നെന്താണ്, അപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ പുതിയ പാത്രങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പ്രോത്സാഹനമായിരിക്കും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പേനയും പുതിയ പെൻസിലും ബോക്സും നല്ല മണമുള്ള പെൻസിലും റബ്ബറും ഒക്കെ കിട്ടുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും സ്കൂളിൽ പോയി. അപ്പോൾ അതുപോലെയാണ് കിച്ചണിൽ ഓരോ പുതിയ പാത്രങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ടൊക്കെ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഈ 3 കുക്കർ കൊടുത്തിട്ട് 3 കുക്കർ ഞാൻ മേടിച്ചു. അപ്പോൾ ഇത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ കുഞ്ഞു കുക്കറാണ് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കുക്കർ കാണാൻ തന്നെ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നല്ല നല്ല കുക്കറാണേ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയാൽ 2 പേർക്കുള്ള ഒരു ടൊമാറ്റോ റൈസോ ഒക്കെ വെക്കാം. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.